ഇന്ത്യയുടെ ഒരു പുതിയ സംരക്ഷണ ആയുധം, അതായത് S-400 നമ്മൾ സുദർശന ചക്രയാക്കി നമ്മളുടെ പക്കലുണ്ട്. അതുപോലെ ഇല്ലെങ്കിൽ ഇസ്രായേൽ മാതൃകയിൽ രാജ്യത്തിനകത്തേക്ക് ഏത് ആക്രമണം വന്നാലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനം ഒരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അത്രയ്ക്ക് വിശാലമായ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ പ്രദേശമാണ്, ഇന്ത്യയുടെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി ആകെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുമെന്നാണോ പ്രധാനമന്ത്രി? അതെ, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടിയാണ് സുദർശൻ ചക്ര നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ, പിന്നെ ഇനി എന്താണ് വരുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റത് മിസൈൽസിൽ നിന്ന് മാത്രം ഒരു ഭാഗത്തല്ലേ ഇത് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിന്റെ ഒരു സമഗ്രമായിട്ടുള്ള ദേശീയ സുരക്ഷാ സംരംഭമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇന്ത്യയുടെ ആസ്തികൾ, അത് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണ കവചമാണ്. അയൺ ഡോമിൽ നിന്ന് വേണമെങ്കിൽ ഇത് കൊണ്ടുകൊണ്ട് ഒരു പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ്. സുദർശൻ ചക്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഭഗവാൻ വിഷ്ണുവിന്റെ ആയുധം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുവോ, ലോകത്തെ മുഴുവൻ എങ്ങനെ അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുന്നുവോ അതുപോലെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സംവിധാനം എന്നുള്ളതാണ്. ഇത് ഒരു എന്താ പറയുക, ഇത് പ്രയോഗിക്കാൻ കഴിയുന്നത് വായു, കര, കടൽ ഈ 3 മേഖലകളിൽ നിന്നും പ്രയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഇതിലുണ്ടാകും. ഒരു ഇരുമ്പിന്റെ താഴികക്കുടം, വലിയ താഴികക്കുടം എങ്ങനെ കവർ ചെയ്യുമോ അതുപോലെ ആയിരിക്കും ഇതിന്റെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. 10 വർഷത്തിനുള്ളിൽ, അതായത് 2035 കൂടി ഇത് നിർമ്മിച്ചു കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം നമ്മുടെ പാക് വ്യോമാക്രമണം ഉണ്ടായപ്പോൾ അതിനെ തടഞ്ഞിട്ടുള്ളത് നമ്മുടെ S-400 എന്ന് പറയുന്ന സുദർശൻ ചക്ര എന്ന് നമ്മൾ പേരിട്ട ഒരു സംവിധാനമാണ്. പക്ഷെ അതൊരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അത് മാത്രമല്ലാതെ ഏത് തരത്തിലുമുള്ള ഒരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ രീതിയിൽ, നമ്മൾ പറയാം 360 ഡിഗ്രി, അങ്ങനെ നമുക്കൊരു വിശാലമായ രീതിയിൽ തന്നെ അതൊരു സംരക്ഷണം നൽകുമെന്നാണ് കരുതുന്നത്. ഈ S-400 600 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളാണ് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതിപ്പോ വിന്യസിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കുശയൊക്കെ വരുന്നുണ്ട്, പ്രോജക്ട് കുശയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ പ്രോജക്റ്റിലുള്ള സുദർശൻ ചക്ര എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ, സിവിലിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇതിനെല്ലാം ആകാശത്ത് നിന്ന് വരുന്നതായാലും കരയിൽ നിന്നുള്ള ആക്രമണങ്ങളായാലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ബഹുതല വ്യോമ പ്രതിരോധമായിരിക്കും. അപ്പം ഇത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് പുറമെ സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കൂടി കെൽപ്പുള്ളതായിരിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട, അതായത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. കാരണം ഇത് നമ്മുടെ ഒരു പ്രോജക്റ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹം നമ്മുടെ ഭാരതത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് ഇന്നലത്തെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രത്യാക്രമണ സ്വഭാവം കൂടിയുള്ള തരത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ ഉന്നത ശാസ്ത്ര പ്രതിരോധ ഗവേഷണ ഏജൻസികളും സൈനിക സ്വകാര്യ മേഖലയിലെ നവീന ആശയദാതാക്കളും എല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ്, എല്ലാവരും കൂടെ ചേർന്ന് സംയോജിച്ചാണ് ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോം ആണ് ഇതിന് മുന്നിലുള്ള മാതൃകയെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് ഇറാനിൽ നിന്നുള്ള ഹമാസിൽ നിന്നുമുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇസ്രായേൽ തടയുന്നുവോ അത് കണ്ടുകൊണ്ടുള്ള എന്താ പറയുക, ആ ഒരു തടയാൻ ശ്രമിക്കുന്ന അയൺ ഡോമിനേക്കാൾ കരുത്തുറ്റ, നമ്മൾ ഒരു പടി കൂടി കടന്നായിരിക്കണമല്ലോ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഒരു പടി കൂടി കടന്നുകൊണ്ട് എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന കരുത്തുറ്റ സംവിധാനത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു വലിയ പാഠം തന്നെയാണ്. 1000ഓളം മിസൈലുകളാണ് പാകിസ്ഥാൻ നമുക്ക് നേരെ തൊടുത്തുവിട്ടത്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തടഞ്ഞു എങ്കിൽ പോലും പാകിസ്ഥാൻ ഫത്ത 1, ഫത്ത 2 മിസൈലുകൾ പ്രയോഗിച്ചത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം
സംവിധാനമൊക്കെ എത്രത്തോളം ശക്തമാണ്, കുറച്ചുകൂടെ കൂടുതൽ ശക്തമാകേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഈ ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ വരുന്ന നമ്മുടെ ചില പിഴവുകളുണ്ട്. ആ പിഴവുകൾ എത്രത്തോളം പിഴവുറ്റതാക്കണം, മികവുറ്റതാക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? വരുന്ന കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പിഴവുകളെല്ലാം നികത്തിക്കൊണ്ട് സർവസജ്ജം എന്ന് പറയുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള സൈബർ ആക്രമണമായിക്കോട്ടെ, മിസൈൽ ആക്രമണമായിക്കോട്ടെ, അല്ലാത്തതായിക്കോട്ടെ, ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന, ഇത് അല്ലാത്ത ഒരു ആക്രമണത്തെ ട്രാക്ക് ചെയ്ത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കേണ്ടി വരുന്നു എന്നുള്ളത് കൂടി നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഒരു പാഠമാണ് എന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ഫത്തഹ് കൂടാതെ നമുക്കറിയാം തുർക്കി പാകിസ്ഥാനെ വല്ലാതെ അങ്ങ് സഹായിച്ചു. നമ്മൾ സഹായിച്ച രാജ്യമാണ് എന്ന് പറഞ്ഞാലും ഉണ്ട ചോറിന് നന്ദിയില്ല എന്ന് പറയുന്നത് പോലെ നന്ദികേടിന്റെ ഒരു പാഠം കൂടി അവിടെ നിന്ന് നമ്മൾ പഠിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കാരണം ആളെ അറിഞ്ഞു വേണം നമ്മൾ സഹായിക്കാൻ എന്ന് പറയുന്നത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ഡ്രോണുകൾ, ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളും, കരാർ ലംഘിച്ചുള്ള സായുധ ഡ്രോണുകൾ, ദീർഘദൂര ആർട്ടിലറി ഷെല്ലുകൾ എന്നിവയൊക്കെയും പാകിസ്ഥാൻ പലയിടത്തു നിന്നായിട്ട് വാങ്ങുകയും നമുക്ക് നേരെ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. ആധുനിക യുദ്ധമുഖത്തിൽ ദീർഘദൂര ആയുധങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇതിന്റെ ഇതൊക്കെ കൈയടക്കിയ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത് നമുക്ക് കൂടുതൽ ആത്മധൈര്യം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഇടയിലാണ് DRDOയുടെ നിലവിൽ പുരോഗമിക്കുന്ന പ്രോജക്ട് കുശ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വികസിത രൂപം കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഈ സുദർശൻ ചക്ര എന്നും കൂടി പറയുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് നമുക്ക് സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ട് പറയാൻ പറ്റില്ല. മേ ബി ഇത് അങ്ങനെ ആയിരിക്കാം, അതായിരിക്കാം എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഇത് നമ്മളെ കൂടുതൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത്. ഇത് പലർക്കും ഉള്ള ഒരു തിരിച്ചടി കൂടിയാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.